ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഒരു ടൈം ടേബിളാണ്. നമ്മുടെ കുഞ്ഞി കുട്ടിയൊക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത്യാവശ്യം വലിയ ചേച്ചിമാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്യൂട്ട് ടൈം ടേബിളാണ്. ക്യൂട്ടെന്ന് പറയാൻ പറ്റില്ല, ഒരു എസ്തെറ്റിക് പോലെ. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു A4 ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ലൈൻസ് വരച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ടൈം ടേബിളിന് ആവശ്യമായിട്ടുള്ള ലൈൻസൊക്കെ ഒന്ന് വരച്ചെടുക്കാം. അപ്പം ഞാൻ ബിഗ്നർ ആയതുകൊണ്ട് പറയുക കേട്ടോ, എൻ്റെ വീഡിയോ പലരും കാണുന്നുണ്ട്, പക്ഷേ ലൈക്കും സബ്സ്ക്രൈബും ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്യുക. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും എനിക്ക് തരിക, എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. അതേപോലെ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ കൂടുതലും ചെയ്യുന്നത് ബാക്ക് ടു സ്കൂൾ ആണല്ലോ നമുക്കിപ്പോൾ, അപ്പം അതിന് പറ്റിയിട്ടുള്ള ക്രാഫ്റ്റുകളാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു പൗച്ച് ചെയ്തു, പിന്നെ ഒരു ക്യൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്, പിന്നെ ഞാനൊരു പൗച്ചിൻ്റെ വേറൊരു ടൈപ്പ് ഓഫ് പൗച്ചിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ടൈമിൻ്റെ വ്യത്യാസം കൊണ്ട് അത് ബ്ലോക്കായി കിടക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതിലൊരു ജേർണലിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങളെ സപ്പോർട്ട് എനിക്കിതുവരെ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലൈൻസൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്മൈലിൻ്റെ സ്റ്റാമ്പ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ക്യൂട്ട് ടൈം ടേബിളൊന്ന് ഭംഗിയാക്കി എടുക്കാം. അതേപോലെ എൻ്റെ വോയിസ് ഓവറിലൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, കാരണം ഞാനൊരു ബിഗ്നറാണ്. അപ്പോൾ അതൊക്കെ മാറ്റി കൊണ്ടുവരണമെങ്കിൽ നിങ്ങളെ സപ്പോർട്ടും സ്നേഹമൊക്കെ വേണം. അപ്പോൾ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം. അപ്പം സാധനമുള്ള ആൾക്കാർക്കും സാധനം ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ പറ്റിയ ക്രാഫ്റ്റ് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ട്, ക്രാഫ്റ്റ് അത് ചെയ്യാമോ ഇത് ചെയ്യാമോ എന്നൊക്കെ നിങ്ങൾക്ക് കമൻറ്റിലൂടെ എന്നെ അറിയിക്കാം. അപ്പം അത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യും. അതേപോലെ ഡെയിലി ഞാൻ ഓരോ വീഡിയോ ഉണ്ടാവും, അപ്പോൾ നിങ്ങളതിൽ സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്യണേ. പിന്നെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം ഭയങ്കര കുറവാണ്. അപ്പം കൂടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ വെച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പം നിങ്ങളത് എന്തായാലും ചെയ്യണം. ഇനി നമുക്ക് എന്തായാലും നമ്മുടെ ക്രാഫ്റ്റിലേക്ക് പോകാം. നമ്മൾ ലൈൻസൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്, അതുപോലെ നമ്മൾ അതിനെ ഭംഗിയാക്കിയിട്ടുണ്ട്. നമുക്ക് ആ ഹെഡിങ് എഴുതി കൊടുക്കാം ടൈം ടേബിളിന്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റിയെടുക്കട്ടോ. ഞാൻ വീഡിയോ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യാം. കവാസിക്കാൻ തന്നെ വേണമെന്നൊന്നുമില്ല, പകരം നിങ്ങൾക്ക് നിങ്ങളുടേതായ പിക്ചേഴ്സ് വരയ്ക്കാം, അല്ലെങ്കിൽ വെറൈറ്റി ടൈപ്പ് ഓഫ് സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാം, വാഷ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ തൽക്കാലം സമയമില്ലാ സമയത്ത് ഇത് തട്ടിക്കൂട്ട് ക്രാഫ്റ്റാണ്, അതുകൊണ്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇടയ്ക്ക് വെച്ചിട്ട് ഞാനൊരു പാട്ട് ഇട്ടിട്ടുണ്ട്, കാരണം എന്താ വെച്ചാൽ ഈ ഒരു ടൈം ടേബിളിനെ പറ്റി അധികം എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കറിയില്ല, അതുകൊണ്ടാണ്. അതേപോലെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കൂടിയാണ് എനിക്കധികം നിങ്ങളോട് സംസാരിക്കുന്നത് അറിയുന്നത്. അതുപോലെ ഇടയ്ക്ക് എൻ്റെ അച്ഛനോട് വേണ്ടിയിട്ട് ഒരു സൗണ്ട് നമുക്ക് കേൾക്കാം. തിരക്ക് പിടിച്ച് സമയത്ത് എടുത്ത വീഡിയോ ആയതുകൊണ്ട് എനിക്ക് എഡിറ്റുമ്പോഴും പോകാൻ സമ്മതിക്കില്ല, അതുകൊണ്ട് ക്ഷമിക്കണം. അതേപോലെ ഈ ലൈൻസ് വരയ്ക്കുമ്പോഴൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് വീഡിയോ അത്യാവശ്യം ലോങ് ആണ്. 8.6 സെക്കൻഡോളം വീഡിയോ വരുന്നുണ്ട്. സെക്കൻഡല്ല 8 മിനിറ്റ് വരുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ ഇതുണ്ട്, ലാഗാണ് ഈ ഒരു വീഡിയോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആ ലൈൻസൊക്കെ വരയ്ക്കുന്നത് സത്യം പറഞ്ഞാൽ സ്പീഡിൽ ഇടേണ്ടതായിരുന്നു, പക്ഷേ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഓർത്തില്ല ഗൈസ്. ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്യാനാണെങ്കിൽ എനിക്ക് അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ക്ഷമിക്കുക. അടുത്ത പ്രാവശ്യം പോലെ ഞാൻ റെഡി ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് കുറച്ചുകൂടെ പാട്ട് കേട്ട് വരേണ്ട സമയമാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയി പാട്ടെടുത്ത് വരാം.
പാട്ട് കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഈ ഒരു ടൈം ടേബിളിൻ്റെ പരിപാടികളും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റിക്കറൊക്കെ അതിൻ്റെ ഇടയിൽ പോയി ഞാൻ ഒട്ടിച്ചിട്ടോ. അതിനുശേഷം നമ്മൾ മാർക്കർ കൊണ്ട് ഒക്കെ ഔട്ട്ലൈനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ ബൈ.